മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹു സമദാണെന്നും അള്ളാഹു സമദാണെന്നും അള്ളാഹു റബ്ബാണെന്നും ഒക്കെ അംഗീകരിച്ചിരുന്ന മുശ്രിക്കുകൾ പടച്ചവനോടും പ്രാർത്ഥിക്കും, അവൻ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു തആല ആ മുശ്രിക്കുകളെ നശിപ്പിച്ചു കളഞ്ഞത്. അവരുടെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന അവരുടെ ആ തവാഫിന്റെ വേളയിലുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനില്ല. ഇല്ലാ ശരീകൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, വൈലക്കും ഖദ്, അവിടെ നിർത്തുക, ബാക്കിയുള്ള വാക്ക് നിങ്ങൾക്ക് നാശമാണ്. അവർ കേൾക്കൂല. വീണ്ടും അവർ പറയും, ഇല്ലാ ശരീകൻ, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുണ്ട്. ഹുവലക തംലികുഹു വമാ മലക, അവൻ നിന്റെ അധീനത്തിലുള്ളവനാണ്. ആ പങ്കുകാരൻ അധീനപ്പെടുത്തിയിരിക്കുന്ന കഴിവും നിന്റെ അധീനത്തിലുള്ളതാണ്. ചുരുക്കം അല്ലാഹുവേ നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നത്, നീ കൊടുത്ത കഴിവിൽ നിന്നുമാണ് ഞങ്ങൾ ഇസ്മായിൽ നബിയോട് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള വാദമാണ് മക്കാ മുശ്രിക്കുകൾ ഉന്നയിച്ചിരുന്നത്. അതേ വാദം തന്നെയാണ് ഇന്ന് നമ്മുടെ സുന്നി പ്രസ്ഥാനങ്ങൾ ഇന്ന് അമ്മാനമാടുന്നത്. അവരുടെ കൈകളിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബികൾ പഠിപ്പിക്കാത്തതിന് നേരെ വിരുദ്ധമാണിത്. അവർ നിങ്ങൾ എന്തിനാണ് മുഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ മുഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, നേരിട്ട് പ്രാർത്ഥിക്കുകയില്ല. മുഹീദ്ദീൻ ഷേഖിന് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇസ്മായിൽ നബിയോട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇതേപോലുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. അള്ളാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആരാധ്യർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. നബിയെ പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹുവിനറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവന് അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹു അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون. തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ഒരുമിച്ചു കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഈ ദിവ്യബോധനം മുഖേന നീ താക്കീത് നൽകുക. അവനു പുറമെ യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും അവർക്കില്ല. അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. അല്ലാഹു യബ്ദഉൽ ഖൽഖ ثم يعيده ثم إليه ترجعون. അല്ലാഹു സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. ويوم تقوم الساعة يبلس المجرمون. അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും. ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين. അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല.
അവരുടെ ആ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും. ويوم تقوم الساعة يومئذ يتفرقون. അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അന്നാണ് അവർ വേർപിരിയുന്നത്. قل إني نهيت أن أعبد الذين تدعون من دون الله قل لا أتبع أهواءكم قد ضللت إذا وما أنا من المهتدين. നബിയെ പറയുക, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് തീർച്ചയായും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. പറയുക, നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിന്തുടരുകയില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞാൻ പിഴച്ചുകഴിഞ്ഞു.